ഷൈജു, നമ്മളപ്പോൾ പുതിയ ഒരു എപ്പിസോഡുമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കപ്പോൾ പ്രേക്ഷകരിലേക്ക് പോകാം. തീർച്ചയായിട്ടും. നമസ്കാരം. LXD ഹോം സിനിമാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് തലസ്ഥാന നഗരിയിലെ പേയാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഗിരിജാവല്ലഭൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗിരിജൻ ചേട്ടൻ്റെ വീട്ടിലാണ്. തിയേറ്ററിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് രസകരമായ മറ്റൊരു വിഷയം പറയാം. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹം നമ്മുടെ വേറൊരു യൂട്യൂബർ, അതായത് ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു പ്രധാന ചാനൽ, അതായത് ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ആ ചാനൽ, അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് ഗിരിജൻ ചേട്ടൻ ഞങ്ങളെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ഒരു കോള് വരുവാണ്. അപ്പം നിങ്ങൾ എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു, ഞാനിപ്പം ഓൾറെഡി വീട്ടിലാണുള്ളത്. അപ്പം സാറോട് നിന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തേക്ക് വരാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ പാർട്ണറായിട്ടുള്ള സുരേഷ് ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, സാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് മാറി നമ്മുടെ പാർട്ണർ അദ്ദേഹം സുരേഷ് നിൽപ്പുണ്ടെന്ന് പറയുന്നു. നമ്പർ കൊടുക്കുന്നു. അപ്പം തന്നെ കണക്ട് ചെയ്യുന്നു. നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നല്ലേ? ഇങ്ങോട്ട് വന്നു, തിയേറ്റർ കണ്ട് തിരിച്ചു പോന്നു. അപ്പം തന്നെ അഡ്വാൻസ് വീഴുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോകൾ പലത് കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ചാനലിൽ അതിലൂടെ വന്ന ഞങ്ങളുടെ റിവ്യൂ ഒക്കെ അദ്ദേഹം വളരെ പഠിക്കുകയും ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഈ തിയേറ്റർ ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേകത ഈ തിയേറ്ററിനുണ്ടെന്ന്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു. തീർച്ചയായിട്ടും നമുക്ക് അകത്തേക്ക് പോയിട്ട് നമുക്ക് ആ തിയേറ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതൊരു പ്രത്യേകതകളുള്ള ഒരു തിയേറ്ററാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ റൂം ആദ്യം കിട്ടുമ്പോൾ ഇതൊരു 12 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആയിരുന്നു. തീർച്ചയായും ആയിരുന്നു എന്ന് മാത്രമല്ല, ഇതൊരു ബെഡ്റൂമാണ്. ഇപ്പോൾ പല കസ്റ്റമേഴ്സും ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബെഡ്റൂമിനുള്ളിൽ തിയേറ്റർ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള മറുപടിയാണ് ഈ തിയേറ്റർ നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങൾ LXD ഹോം സിനിമാസ് ഒരു ബെഡ്റൂമിനുള്ളിൽ ചെയ്ത തിയേറ്ററിൻ്റെ വിഷ്വലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ തിയേറ്റർ ചെയ്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളിവിടെ പ്രൊജക്ടർ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, പ്രൊജക്ടറിൻ്റെ നമ്മളിവിടെ എപ്സൻ്റെ TW750 എന്ന് പറയുന്ന ഫുൾ HD 3D പ്രൊജക്ടറാണ് നമ്മൾ ഈ തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ പാക്കേജുകളെ പറ്റി പറയുകയാണെങ്കിൽ, JBLൻ്റെ 5.1 സ്പീക്കർ പാക്കേജാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി AVRലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡൈനോൻ്റെ 1800 എന്ന് പറയുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു AVR ആണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു 3 ലെയർ അക്കോസ്റ്റിക് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഡിസൈൻസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിൽ നമുക്ക് ആ സൈഡിൽ നിന്ന് കയറി വന്ന് സീലിങ്ങിലേക്ക് പോയി അത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ആംബിയൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ തിയേറ്ററിൽ. ഇനി നമുക്ക് നമ്മുടെ ഈ റൂമിലെ സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ പറയാം. ഇവിടെ സുവേരയുടെ മോട്ടറൈസ്ഡ് സ്ക്രീനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മോട്ടറൈസ്ഡ് ഉപയോഗിക്കാനുള്ളൊരു കാരണം കൂടി പറയാം. ഈ മോട്ടറൈസ്ഡ് സ്ക്രീന് പിന്നിലായിട്ട് ഒരു വലിയൊരു വിൻഡോ ഉണ്ട്. കാരണം അത് ബെഡ്റൂം ആയിരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത്, നമുക്ക് ഇവരുടെ സിനിമ കാണുന്നില്ലാത്ത സമയത്ത് വിൻഡോ ഓപ്പൺ ചെയ്യണം. കാരണം ഇവിടെ സുഗമമായിട്ടുള്ള വായു സഞ്ചാരം ഇവർക്ക് കിട്ടണം. മാത്രമല്ല, ഇതൊരു ബെഡ്റൂം ആണെന്ന് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പം ഫുൾ ടൈം നമുക്കിങ്ങനെ അടച്ചു കെട്ടിയിടാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, ആവശ്യമുള്ള സമയത്ത് അവർക്ക് ഇത് സ്ക്രീൻ താഴ്ത്തിയിട്ട് സിനിമ കാണാനായിട്ട് താഴ്ത്തിയിട്ടാൽ മതി. അല്ലാത്ത സമയത്ത് ഇതൊരു പരിപൂർണമായിട്ടൊരു വിൻഡോ ആയിട്ട് തന്നെ വേണം. എന്നാൽ അങ്ങനെ ഒരു വിൻഡോ അവിടെ ഉണ്ടെന്നുള്ളത് തോന്നാനും പാടില്ല. ആ രീതിയിൽ ഇവിടെ ഒരു മോട്ടറൈസ്ഡ് സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നു. 20 ഇഞ്ച് മോട്ടറൈസ്ഡ് സ്ക്രീനാണ്. അതെ, ഇത് ഫുൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫുള്ളായിട്ടുള്ളൊരു മോട്ടറൈസ്ഡ് സ്ക്രീനാണ്
നമുക്ക് സിനിമ കാണേണ്ട സമയത്ത് അവർക്കിത് ഇതുപോലെ താഴ്ത്തിയിടുകയും ചെയ്യാം. കാണുന്നില്ലാത്ത സമയത്ത് വിൻഡോ തുറന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ തിയേറ്ററിൻ്റെ ഉടമസ്ഥനായ ശ്രീ ഗിരിജാവല്ലം സാറ്, അദ്ദേഹത്തിൻ്റെ വൈഫ്, നല്ലൊരു പാട്ടുകാരിയുമായ ചേച്ചി, അദ്ദേഹത്തിൻ്റെ മോനാണ്. അപ്പോൾ ഇവരോട് നമുക്ക് ഈ തിയേറ്റർ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കുവാണ്, അല്ലേ സുരേഷേ? തീർച്ചയായിട്ടും. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ ഒരു കാരണം ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു എങ്ങനെ തോന്നി? ഹൗ ഡു യു ഫീൽ? വിചാരിച്ചേക്കാളും നല്ലതായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ചേച്ചിയുടെ അഭിപ്രായം? വളരെ നന്നായിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായം തന്നെ എനിക്ക്. നമ്മുടെ പണിക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ വർക്കേഴ്സ് നല്ല മര്യാദയുള്ള, ഞങ്ങൾക്കും 2 ആൺമക്കളാണ്. അപ്പൊ എനിക്കും ആ ഒരു നമ്മുടെ മക്കളെ പോലെ തന്നെ സത്യമായിട്ട് ഫീൽ ചെയ്തു ആ 2 പയ്യന്മാർ. അതായത് ഞങ്ങളുടെ വർക്കേഴ്സ് എല്ലാവരും അങ്ങനെയുള്ളവരാണ്. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ബെഡ്റൂം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ കുറേ നല്ല തിയേറ്ററുകളിലെ വർക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു സ്ഥലപരിമിതി നിങ്ങളൊരു വിഷയമാക്കേണ്ടതില്ല. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് റൂമിൻ്റെ സൈസ് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഇനി റൂം ഇല്ലെങ്കിൽ നമുക്ക് ടെറസിൽ നമ്മൾ ചെയ്തു തരും. അതായത് വി ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ AAC ബ്ലോക്ക് കൊണ്ടോ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലപരിമിതിയെക്കുറിച്ചോ നിങ്ങളത് ബേജാറാകേണ്ട കാര്യമില്ല. മാത്രമല്ല, വളരെ ചെറിയ ബഡ്ജറ്റ് മുതൽ വൻ ബഡ്ജറ്റ് വരെയുള്ള ഏത് തിയേറ്ററും അത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ നമുക്ക് അതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള പല പാക്കേജുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ വിളിക്കുക. നിങ്ങൾ തിയേറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. അപ്പോൾ അടുത്തൊരു തിയേറ്ററിൻ്റെ പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.